തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ നിൽക്കുന്നത് 4ാം ഡിവിഷൻ വിയൂരിലാണ്. ഇവിടുത്തെ LDF, UDF, NDA സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം. നാടറിയുന്ന, നാട്ടുകാരെ അറിയുന്ന വിയൂരിലെ LDF സ്ഥാനാർത്ഥിയായ KM രാജേഷാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമ്മുടെ വികസന കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വിജയിച്ചു വന്നാൽ ആദ്യം തന്നെ എൻ്റെ പ്രദേശം എന്ന് പറയുന്നത് പാടുകാട് തുരുത്ത് പ്രദേശമാണ്. അവിടെ റെയിൽവേ ചേരിയിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗം ആളുകളുണ്ടായിരുന്നു. ഒരു 6 കുടുംബങ്ങൾ നമ്മുടെ പാടുകാട് തുരുത്തിൽ വന്ന് താമസിക്കുന്നുണ്ട്. ആ പ്രദേശത്തെ 6 വീടും പാടുകാട് തുരുത്തിൽ പുതിയത് രൂപം കൊണ്ടിട്ടുള്ള ഒരു 3 വീടിനും ഉൾപ്പെടെ ആദ്യമായി അവിടെ ഒരു വഴിയെത്തിക്കാനാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ നാടറിയുന്ന, നാട്ടുകാരെ അറിയുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഇതുവരെയുള്ള പ്രതികരണം എങ്ങനെയുണ്ട്? തീർച്ചയായും വളരെ അനുകൂലമാണ്. ഞാൻ ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് ഈ ഡിവിഷനിൽ ജനിച്ചു വളർന്നു വന്നിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ്. ഒരാളെയും നമ്മുടെ നാട്ടുകാരെല്ലാവരും സഖാക്കളും കൂട്ടുകാരുണ്ടെങ്കിലും അവർ തന്നെ ഇങ്ങോട്ട് പറയും ഒരാളെയും നമ്മൾ പരിചയപ്പെടുത്തേണ്ട സാഹചര്യമില്ല. വിജയം നമുക്ക് 100% ഉറപ്പിക്കാം എന്നാണോ? തീർച്ചയായും. UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അരുൺ തടത്തിലാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. പ്രചരണം നന്നായി നടക്കുന്നു. ഇപ്പോൾ 15 വർഷമായിട്ട് നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ കഴിഞ്ഞ കൗൺസിലിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും ധൈര്യമായി കയറി ചെന്ന് വോട്ട് ചോദിക്കാനുള്ളൊരു ധൈര്യമുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം UDFന് തന്നെ വിജയം നമുക്ക് ഉറപ്പിക്കാം? തീർച്ചയായും. UDF എല്ലാ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യം ഭൂരിപക്ഷം കൂടാനാണ് സാധ്യത. അത്രയും നല്ല രീതിയിലാണ് എല്ലാവരും നമ്മളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വികസന സേവന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് വിയൂരിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കൃഷ്ണരാജാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? പ്രചരണം നല്ല രീതിയിൽ പോകുന്നു. ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പ്രചരണം ഒക്കെ ഇപ്പോൾ 2ാം ഘട്ടം, 3ാം ഘട്ടത്തിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള ജനങ്ങളോടുള്ള പ്രതികരണം എങ്ങനെയുണ്ട്? ജനങ്ങൾ ഇവിടുത്തെ പ്രശ്നം വിയൂര് ഡിവിഷനിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ രൂക്ഷമായി അനുഭവിക്കുന്നത് കുടിവെള്ള പ്രശ്നമാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ഇരു മുന്നണികൾക്കും സാധിച്ചിട്ടില്ല. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെയധികം ദുരിതത്തിലുള്ളൊരു കാര്യമാണ്. ആ പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് നൽകിക്കൊണ്ട് അവർ അത് ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിക്കുമെന്നാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ. വിയൂരിലെ യുവജനങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വല്ല പദ്ധതികളുമുണ്ടോ? യുവജനങ്ങൾക്ക് ഇവിടെ സ്പോർട്സിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈ ഭാഗത്ത് അവർക്ക് വേണ്ടിയുള്ള ഒരു കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ മാറാത്തത് ഇനി മാറ്റാൻ തന്നെയാണോ NDAയുടെ തീരുമാനം? മാറാത്തത് ഇനി മാറുമെന്നാണ് NDA തീരുമാനിച്ചിട്ടുള്ളത്. വികസിത തൃശ്ശൂരിനായി, വികസിത വിയൂരിനായി ഇവിടെ 3 മുന്നണികളും ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടത്തിലാണ്. മൂവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വിയൂരിൽ നിന്നും കൃഷ്ണകുമാർ K മലയിലിനോടൊപ്പം പ്രിയങ്ക, TCV ന്യൂസ്.